നിയോഗതാലി. രചനാവതരണം മിത്രവിന്ദ. എന്നത്തെയും പോലെ ശ്രീനന്ദയും കാത്ത് പാർവതി കോളേജ് ഗേറ്റിന്റെ മുമ്പിൽ തന്നെയുണ്ട്. ഏട്ടാ, ദേ പാർവതി. ശ്രീനന്ദ ആവേശത്തോടെ അഥർവിനെ പാർവതിക്ക് കാണിച്ചു കൊടുത്തു. ഒരു കസുവിന്റെ ധാവണിയായിരുന്നു പാർവതിയുടെ വേഷം. എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ, ഇന്നും ഞാനും ലേറ്റായി. അഥർ വർത്തം വെച്ച് പറഞ്ഞതും ശ്രീനന്ദയുടെ മുഖത്ത് വീണ്ടും ചുവപ്പ് പടർന്നു. അവനൊരു ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. ആ കാറ് കണ്ണിൽ നിന്നും മറയും വരെ ശ്രീനന്ദ അവൻ പോയ വഴിയെ നോക്കി നിന്നു. അതൊരു പതിവാണ്, പാർവതിക്കും അറിയാമത്. ശ്രീനന്ദ അതീവ സന്തോഷത്തോടെ പാർവതിയുടെ അടുത്തേക്ക് ചെന്നു. എന്റെ ശ്രീ, നല്ല ഭംഗിയുണ്ട് നിന്റെ ഈ ഡ്രസ്സിൽ കാണാൻ. പാർവതി ശ്രീനന്ദയെ കണ്ട മാത്രമേ തന്നെ പറഞ്ഞത് അതായിരുന്നു. നിന്റെ ഡ്രസ്സും കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ശ്രീനന്ദയും തിരിച്ചു പറഞ്ഞു. ശേഷം അവരിരുവരും ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ക്ലാസ് റൂമിലേക്ക് നടന്നു. അവിടെ കുട്ടികൾ ഓരോരുത്തരും പൂക്കളം മത്സരത്തിനിടാനുള്ള പൂവുകൾ ഒരുക്കുന്ന തിരക്കിലാണ്. അവർക്കൊപ്പം തന്നെ ശ്രീനന്ദയും പാർവതിയും ചേർന്നു. 10 പേരടങ്ങുന്ന ടീമായിരുന്നു പൂക്കളം മത്സരത്തിന്. പാർവതിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ശ്രീനന്ദ പൂക്കളം മത്സരത്തിന് ചേർന്നു. ശേഷം തിരുവാതിര കളിയൊക്കെ ഉണ്ട് സീനിയേഴ്സിന്റെ. എല്ലാം കണ്ട് സീനിയർ ബോയ്സിന്റെ വടംവലിയൊക്കെ കണ്ട് ഉച്ചയ്ക്ക് ഓണസദ്യയൊക്കെ കഴിച്ച് പായസവും കുടിച്ച് അങ്ങനെ ശ്രീനന്ദയ്ക്ക് മറക്കാനാവാത്ത ഒരു ദിവസമായി മാറിയിരുന്നത്. വൈകിട്ട് 6 കോളേജിൽ ഓണാഘോഷ പരിപാടി പൂർത്തിയായിട്ടില്ല. ആ സമയത്ത് ശ്രീനന്ദയുടെ ഫോണിലേക്ക് അഥർവിന്റെ കോൾ വന്നു. എടോ, ഞാൻ തന്റെ കോളേജിന്റെ ഫ്രണ്ടിലുണ്ട്. പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞോ? ഇല്ല ഏട്ടാ, നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏട്ടനകത്തേക്ക് വരുന്നോ? ഇല്ലടോ, കഴിയുമ്പോൾ പറ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. പിന്നെയും 1/2 മണിക്കൂറോളം കഴിഞ്ഞാണ് പ്രോഗ്രാംസ് എല്ലാം തീർന്നത്. പാറു, നീ എങ്ങനെയാ പോന്നേ? ഏട്ടൻ വരൂടി എന്നെ വിളിക്കാൻ. ഇപ്പൊ ഏട്ടന് ലീവാണ്. 1-2 വർത്താനം പറഞ്ഞ് അവരിരുവരും കോളേജിന് മുമ്പിലേക്ക് എത്തിയപ്പോൾ അഥർവിന്റെ കാറിന്റെ തൊട്ടടുത്ത് തന്നെ പ്രവീണിന്റെ കാറും ഉണ്ട്. ശ്രീനന്ദ പാർവതിയോട് ബൈ പറഞ്ഞു അഥർവിന്റെ കാറിനരികിലേക്ക് നടക്കുമ്പോൾ ഒരു വേള അവളുടെ നോട്ടം പ്രവീണിലും ചെന്നെത്തി. അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച ശേഷം ശ്രീനന്ദ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. പ്രവീണിന്റെ കണ്ണിൽ വീണ്ടും നഷ്ടബോധം. അവൻ തലയൊന്ന് കുലുക്കി ചിന്തകളെ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അത് കണ്ടുകൊണ്ടാണ് പാർവതി അകത്തേക്ക് കയറിയത്. അവൾ അവനോടൊന്നും ചോദിച്ചില്ല. അവൾക്കറിയാം ഏട്ടന് നന്ദയെ മറക്കാൻ ഒരുപാട് സമയം വേണ്ടി വരുമെന്ന്. ശ്രീനന്ദ അഥർവിനെ നോക്കിയൊരു നിറപുഞ്ചിരിയോടെയാണ് വണ്ടിയിലേക്ക് കയറിയത്. ഡോർ അടച്ച പാടെ അവൾ വിശേഷങ്ങൾ ഓരോന്നും പറഞ്ഞു തുടങ്ങി. പെട്ടെന്നാണ് അഥർവിനൊരു കോൾ വന്നത്. അവൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഫോണ് കാറിലെ ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്തു. ശ്രീനന്ദയുടെ മുഖത്താണെങ്കിൽ നിരാശാഭാവം. ചൂടാറും മുമ്പേ കോളേജിലെ വിശേഷങ്ങളെല്ലാം അഥർവിനോട് പറയാൻ അത്രയേറെ ആഗ്രഹത്തോടെ ഓടി വന്നതാണവൾ. അതുകൊണ്ട് തന്നെ അഥർവ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്രയും ശ്രീനന്ദ വെറുതെ അലസമായി പുറത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ ആ ഭാവം മനസ്സിലാക്കിയതും അഥർവ് മെല്ലെ കൈയെത്തിച്ച് അവളുടെ മടിയിലിരുന്ന കൈ ചേർത്ത് പിടിച്ചു. ശേഷം ആ കൈ അവന്റെ അധരങ്ങൾക്കടുത്തേക്ക് കൊണ്ടുവന്ന് മെല്ലെ അതിലൊന്നു മുത്തി. ഞൊടിയിടയിൽ നിരാശ ബാധിച്ച ശ്രീനന്ദയുടെ അധരങ്ങളിൽ പ്രണയം പൂത്തൊലിഞ്ഞു. ഒരിളം പുഞ്ചിരി അവൾ അവനായി സമ്മാനിച്ചു. അവൻ കണ്ണു ചുരുക്കി സോറി എന്ന് മെല്ലെ ചുണ്ടുകൾ അനക്കി. കുഴപ്പമില്ല, ഫോണിൽ സംസാരിച്ചു എന്നു മെല്ലെ പറഞ്ഞുകൊണ്ടവൾ ചിരിയോടെ തന്നെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഏകദേശം വീടെത്തും വരെ ആ കോൾ നീണ്ടു നിന്നു. വീട്ടിലേക്ക് വന്ന പാടെ തന്നെ ഇന്ദിരയും മാധവനും ആര്യൻകുട്ടനും ചേർന്ന് ശ്രീനന്ദയെ പൊതിഞ്ഞു കോളേജിലെ വിശേഷങ്ങൾ അറിയാൻ. എങ്ങനെയുണ്ടായിരുന്നു മോളെ? ഓണം സെലിബ്രേഷൻ അടിച്ചു പൊളിച്ചോ നിങ്ങൾ? ഇന്ദിരയാണ് ആവേശത്തോടെ ചോദിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നമ്മേ, ശരിക്കും എൻജോയ് ചെയ്തു. ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് മോൾ എന്തിനെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തോ? പൂക്കള മത്സരത്തിന് ഞാൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിനാ ഫസ്റ്റ്. ആഹാ, അത് കൊള്ളാലോ. പിന്നെ തിരുവാതിരകളി ഉണ്ടായിരുന്നു. ഞങ്ങൾക്കിപ്പോ സെം എക്സാം കഴിഞ്ഞതിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സെക്കൻഡ് ഇയേഴ്സ് ആരും അങ്ങനെ അധികം മത്സരങ്ങൾക്കൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അത് സാരമില്ല, നമുക്ക് അടുത്ത വർഷം ഇതിനും കൂടെ ചേർത്ത് കുറെ ഐറ്റത്തിന് ചേരാം. ഇന്ദിര അവളോട് പറഞ്ഞു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, മോള് മുകളിൽ പോയി ഡ്രസ്സൊക്കെ മാറിയൊന്ന് ഫ്രഷ് ആയിട്ട് വാ. ദാ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടിരിക്കുന്നു. രാവിലെ തൊട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഡ്രസ്സല്ലേ. അമ്മ അപ്പോഴേക്കും ചായ എടുത്തു വെക്കാം. ശരിയമ്മേ. ശ്രീനന്ദയുടെ വാലയെ തൂങ്ങി മുകളിലിട്ട് പോകാൻ തുടങ്ങിയ ആര്യൻകുട്ടനെ ഇന്ദിര അവിടെ പിടിച്ചു നിർത്തി.
ആരെങ്ങോട്ട് നീങ്ങുവാ? അച്ഛമ്മ ചോക്ലേറ്റ് തരാം. ആൻറ്റി പോയി വേഷമൊക്കെ മാറിയിട്ട് വരട്ടെ കേട്ടോ. ശ്രീനന്ദയ്ക്ക് മുമ്പേ അഥർവ് മുകളിലേക്ക് പോയിരുന്നു. അവൾ തന്റെ റൂമിലേക്ക് പോകാതെ നേരെ പോയതും അഥർവിന്റെ മുറിയിലേക്കാണ്. ഡോർ ഹാൻഡിലിൽ പിടിച്ച് പതിയെ തുറന്നതും ഡോറ് തുറന്നു വന്നു. അഥർവ് ബാത്റൂമിലാകൂന്ന് കരുതി അവൾ അകത്തേക്ക് ചെന്നെങ്കിലും ബാത്റൂമിന്റെ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. അപ്പോഴേക്കും അവൻ ബാൽക്കണിയിൽ ഉണ്ടാകൂന്ന് അവൾ കരുതി. ശ്രീനന്ദ് ഓടിച്ചെന്ന് ബാൽക്കണിയിൽ നിന്നിരുന്ന അഥർവിനെ ഇറുകി പുണർന്നു. അഥർവിന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി അവളുടെ ചുണ്ടവിടേക്ക് പതിപ്പിച്ചു. എന്താണ്? എന്തു പറ്റി എന്റെ ഭാര്യയ്ക്ക്? പതിവില്ലാതൊരു സ്നേഹം. പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു പെരുമാറ്റം ശ്രീനന്ദയുടെ ഭാഗത്തു നിന്നുണ്ടായതും അഥർവിന് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. ഏട്ടന്റെ ഭാര്യ ഒരുപാട് സന്തോഷവതിയാണ്. എന്താടോ കാര്യം? അവളുടെ മുഖത്തെ നിറഞ്ഞ ചിരിയിലേക്ക് നോക്കിയാണ് അഥർവ് ചോദിച്ചത്. ഏട്ടനൊരു കാര്യം അറിയോ? എനിക്ക് ഓർമ്മ വെച്ച നാളിന് ശേഷം ഇന്ന് ആദ്യമായിട്ടായിരിക്കും ഞാനൊരു സെലിബ്രേഷന് പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ സ്കൂളിലും കോളേജിലും ആഘോഷങ്ങൾക്കൊന്നും പോയിട്ടില്ല. അന്നത്തെ ദിവസം സ്കൂളിലും പോവാറില്ല. പൊടുന്നനെ അവളുടെ സന്തോഷം നിറഞ്ഞ കണ്ണുകളിൽ കണ്ണുനീർത്തുള്ളികൾ ഇടം പിടിക്കുന്നത് കണ്ടത് അഥർവ് തന്റെ ചൂണ്ടുവിരൽ അവളുടെ അധരങ്ങൾക്ക് മുകളിൽ വെച്ചു. എനിക്കറിയാം പഴയതൊക്കെ. ഇനി താനായിട്ട് അത് പറഞ്ഞു വെറുതെ വിഷമിച്ച് ഇപ്പോഴത്തെ സന്തോഷം എന്തിനാ കളയുന്നത്? അതൊന്നും തൽക്കാലം എന്റെ നന്ദക്കുട്ടി ഓർക്കണ്ട കേട്ടോ. നമുക്കിതാ ഈ പ്രസന്റിലങ്ങ് ജീവിച്ചു പോയാൽ മതി. ഞാനില്ലേ എന്റെ നന്ദയ്ക്ക്. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഈ മനസ്സിലുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയണം. എന്താണെങ്കിലും നമുക്ക് നടത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അവന്റെ നെഞ്ചൊപ്പം നിന്ന പെണ്ണിനെ ഇടുപ്പിൽ പിടിച്ചൊന്നുയർത്തി അവന്റെ മുഖത്തേക്ക് അടുപ്പിച്ച് ആ ആദരങ്ങളിൽ മെല്ലെ ഒന്ന് മുത്തിക്കൊണ്ടായിരുന്നു അഥർവത് പറഞ്ഞത്. ശ്രീനന്ദയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അഥർവിനത് കാണെ ഒരു കൗതുകമാണ് തോന്നിയത്. അവൻ അവളുടെ ഇരു കവിളിലും കൂടി ഓരോ മുത്തം കൊടുത്ത് പതിയെ അവളെ താഴേക്ക് നിർത്തി. കുറേയേറെ സമയം പരസ്പരം ഒന്നും മിണ്ടാതെ അവരാ നിൽപ്പ് തുടർന്നു. മെല്ലെ അന്തരീക്ഷം മങ്ങിത്തുടങ്ങി. പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നതുപോലെ ശ്രീനന്ദ അഥർവിൽ നിന്ന് അടർന്നു മാറി. എന്താടോ, എന്തുപറ്റി? അവളുടെ ആ ഭാവമാറ്റം കണ്ടതും അഥർവ് ചോദിച്ചു. അത് പിന്നെ ഞാൻ ഫ്രഷ് ആകാൻ വേണ്ടിയാ മുകളിലേക്ക് കയറി വന്നത്. ഇതിപ്പോ സമയം ഒരുപാടായെന്ന് തോന്നല്ലേ? ധൃതി വെച്ച് മുന്നോട്ട് ഓടാനാഞ്ഞവളെ അവനവിടെ പിടിച്ചു നിർത്തി. താൻ എങ്ങോട്ടായി ലോറി പായും പോലെ പോകുന്നത്? ഇത്രയും നേരം താമസിച്ച് താൻ താഴോട്ട് പോയിന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഭാര്യയും ഭർത്താവുമല്ലേ? അഥർവ് അവളുടെ കവിളിൽ പിടിച്ചു വലിച്ച് കൊഞ്ചിക്കുന്നത് പോലെ പറഞ്ഞു. അപ്പോഴേക്കും ശ്രീനന്ദ ഒരു കള്ളച്ചിരിയോടെ അവന്റെ പിടിവിട്ട് മുന്നോട്ട് ഓടിക്കഴിഞ്ഞു. മെല്ലെ അവൾ കുളിച്ച് വസ്ത്രമൊക്കെ മാറി ഒരയഞ്ഞ ടോപ്പും പാൻറ്റും ഇട്ടുകൊണ്ട് താഴേക്ക് ചെന്നു. ലിവിംഗ് റൂമിലിരുന്ന് ന്യൂസ് കാണുകയായിരുന്നു ഇന്ദിരയും മാധവനും ആര്യൻകുട്ടനും. ശ്രീനന്ദ താഴേക്ക് വരുന്ന കാൽപ്പെരുമാറ്റം കേട്ടതും പെട്ടെന്ന് ഇന്ദിര ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. മോളുടെ ചായ തണുത്തിട്ടുണ്ടാവും, അമ്മ വേറെ ഉണ്ടാക്കി തരാട്ടോ. അതും പറഞ്ഞുകൊണ്ടവർ അവൾക്കടുത്തേക്ക് വന്നു. അത് കുഴപ്പമില്ലമ്മേ, ഞാനിത് കുടിച്ചോളാം. വേണ്ട കുട്ടി, അമ്മ വേറെ ഉണ്ടാക്കി തരാം. ഇന്ദിര തണുത്തുപോയ ചായ അവളെ കുടിക്കാൻ സമ്മതിക്കാതെ നേരെ അടുക്കളയിലേക്ക് നടന്നു. ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അടുക്കളയിലെ സ്ലാബിൽ കയറി ഇരിക്കുവാണ് ശ്രീനന്ദ. ഇടയ്ക്കൊക്കെ കൈവച്ച് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്, ചെറിയ കുട്ടികളെ പോലെ. ഇന്ദിരയ്ക്ക് അവളുടെ സന്തോഷം കാണിക്കെ ഒരു കൗതുകമാണ് തോന്നിയത്. അവളുടെ കണ്ണുകളിലെ തിളക്കവും അധരങ്ങളിലെ പുഞ്ചിരിയും മൊത്തത്തിൽ ഉന്മേഷവതിയായിരുന്നു ശ്രീനന്ദ. ആദ്യമായി അവളെ കണ്ടത് ഇന്ദിരയ്ക്കപ്പോൾ ഓർമ്മ വന്നു. ഇത്തിരിയില്ലാത്ത പെൺകുട്ടി, വാടിക്കൊഴിഞ്ഞ് നിവർന്നു നിൽക്കാനുള്ള ആരോഗ്യം പോലും ഉണ്ടായിരുന്നില്ല അന്നവൾക്ക്. പക്ഷെ ആ കണ്ണുകളിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉയർന്നു വരണമെന്ന നിശ്ചയദാർഢ്യം. അതിനിപ്പോഴും കുറവൊന്നും വന്നിട്ടില്ല, അവർ മനസ്സിലോർത്തു. അപ്പോഴേക്കും പാല് തിളച്ചു പൊങ്ങിയിരുന്നു. അതിലേക്ക് അല്പം ഏലക്കാപ്പൊടിയും ചായപ്പൊടിയും അല്പം മാത്രം പഞ്ചസാരയും ഇട്ട് ഇന്ദിര അതൊരു ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുത്തു. നന്ദിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. മോൾക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ടമ്മേ. കോളേജിൽ നിന്ന് പായസമൊക്കെ കുടിച്ച് ഇതാ വയറ് വീർത്തിരിക്കുക. കൈകൊണ്ട് മെല്ലെ വയറിൽ തട്ടിക്കൊണ്ടായിരുന്നു നന്ദി അത് പറഞ്ഞത്. ഇന്ദിര അപ്പോഴും അവളെ ഒരു ചിരിയോടെ നോക്കി നിന്നതേ ഉള്ളൂ. അഥർവ് എവിടെ? ഇന്ദിര ചോദിച്ചു. ഏട്ടൻ
ഏട്ടൻ കുളിക്കുമോ അമ്മേ? ശ്രീനന്ദയുടെ മുഖത്ത് പൊടുന്നനെ ചുവപ്പ് പടർന്നു. ഇന്ദിര അതൊരു കണ്ണാലെ കണ്ടെങ്കിലും അവർ പിന്നീടൊന്നും അവളോട് അതേപ്പറ്റി ചോദിച്ചില്ല. അതെ, മറ്റന്നാളാ റെസിഡൻസ് അസോസിയേഷന്റെ പ്രോഗ്രാം. നാളെ ഒരു ഫൈനൽ പ്രാക്ടീസ് വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം. അവരെല്ലാരും വരും. ആണോ? ഞാൻ ആ പഴയ സ്റ്റെപ്പൊക്കെ മറന്നുപോയമ്മേ. ശ്രീനന്ദ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് തോന്നി മോള് കോളേജിലെ തിരക്കിനിടയ്ക്ക് അതൊക്കെ വിട്ടുപോയി കാണുമെന്ന്. കുഴപ്പമില്ല മോളെ, നാളെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ പ്രാക്ടീസ് ഉണ്ട്. മറന്നുപോയ സ്റ്റെപ്സൊക്കെ നമുക്ക് നാളെ പൊടി തട്ടി എടുക്കാട്ടോ. അന്നും ആര്യൻകുട്ടൻ ഇന്ദിരയ്ക്കും മാധവനും ഒപ്പമായിരുന്നു കിടന്നത്. ശ്രീനന്ദ അതിർവിന്റെ നെഞ്ചിലെ ചൂടേറ്റ് അവനോട് പറ്റിച്ചേർന്ന് നിദ്രയെ പുൽകി. പിറ്റേന്നൊരു കോൺഫറൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിർവിന് അല്പം നേരത്തെ ഓഫീസിലേക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നന്ദ കണ്ണും തിരുമ്മി എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ഓഫീസിൽ പോകാൻ റെഡിയായി നിൽക്കുന്ന അതിർവിനെയാണ്. വെപ്രാളത്തോടെ അവൾ ഫോണിലേക്ക് വീണ്ടും സമയം നോക്കി. 7 മണിയല്ലേ ആയിട്ടുള്ളൂ. ഏട്ടൻ ഇത്രയും നേരത്തെ പോകുന്നത്? ഉറക്കച്ചടവോടെ അവൾ ചോദിച്ചു. എടോ, എനിക്കിന്നൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്. വൈകിട്ട് നേരത്തെ വരുമോ ഏട്ടാ? എന്തുപറ്റി? തനിക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ? ഏയ്, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നോക്കട്ടെ, മാക്സിമം നേരത്തെ വരാം. അതും പറഞ്ഞ് നന്ദയുടെ കവിളിൽ ഒന്ന് മൃദുവായി തട്ടിക്കൊണ്ട് അതിർവ് വേഗം താഴേക്ക് നടന്നു. അവന് പിന്നാലെ മുഖമൊക്കെ ഒന്ന് കഴുകിയ ശേഷം നന്ദയും. അതിർവ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് തിരിച്ചു. ശ്രീനന്ദ പിന്നെയും കുറേയേറെ സമയം ഇന്ദിരയുമായി വർത്തമാനമൊക്കെ പറഞ്ഞു നിന്ന ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. ഉച്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് വീട്ടിലേക്ക് വന്നിരുന്നു. തിരുവാതിരകളിയുടെ പ്രാക്ടീസ്. ടെറസിൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ മുകളിലെ നിലയിലെ ലിവിംഗ് റൂമിലാണ് എല്ലാവരും തിരുവാതിരകളിക്ക് തിരഞ്ഞെടുത്തത്. ഗംഭീര പ്രാക്ടീസായിരുന്നു അവിടെ. ശ്രീനന്ദ വാടി കുഴിഞ്ഞു പോയിരുന്നു. കുറച്ച് ദിവസം ശരീരം അനങ്ങി കളിക്കാത്തതുകൊണ്ട് തന്നെ കിതപ്പടക്കാൻ പാടുപെട്ടു അവൾ. ഒടുക്കം വൈകുന്നേരമായി. ടെറസിലെ വെയിൽ മങ്ങിയെന്നറിഞ്ഞിട്ടും എല്ലാവരും അവിടേക്ക് പോകാനായി. അതൊരു പ്രത്യേക വൈബാണ്. ആകാശമൊക്കെ കണ്ട് മരച്ചിലകൾക്കിടയിലൂടി പാഞ്ഞെത്തുന്ന കാറ്റേറ്റ് മെല്ലെ മെല്ലെ ചൂട് വയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതെത്ര സിക്കുള്ളിൽ നിന്ന് കളിച്ചാലും കിട്ടില്ല. ശ്രീനന്ദ മനസ്സിലോർത്തു. മെല്ലെ മെല്ലെ മറന്നുപോയ സ്റ്റെപ്പുകൾ ഓരോന്നും വേഗത്തിൽ പഠിച്ചെടുത്ത് നല്ല മെയ്വഴക്കത്തോടെ കളിക്കാൻ തുടങ്ങി. ഇന്ദിര അഭിമാനത്തോടെ തന്റെ മരുമകളെ നോക്കി. ഇനി ഒരിക്കൽ കൂടി പ്രാക്ടീസ് ചെയ്യാൻ അവസരമില്ലാത്തതുകൊണ്ട് തന്നെ അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടയേർഡായിരുന്നു അവൾ. വിയർത്തൊലിച്ച് ഇട്ടിരുന്ന ടീഷർട്ട് ദേഹത്തോടൊട്ടി. അമ്മേ, ഞാൻ അല്പം വെള്ളം കുടിച്ചിട്ട് വരാമേ. അതും പറഞ്ഞുകൊണ്ടാണ് ശ്രീനന്ദ താഴേക്ക് ഇറങ്ങിയത്. അതിർവ് ഓഫീസ് റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നു ഒരേ സമയത്താണ്. അവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. ഏട്ടനെപ്പോ വന്നു? അവന്റെ നോട്ടം കണ്ടതും മറ്റൊന്നും ചിന്തിക്കാതെ നന്ദ അവൻ അരികിലേക്ക് വന്നു. ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി. കേട്ടിരുന്നു മുകളിൽ തന്റെ ശബ്ദം. പിന്നെ ആര്യൻകുട്ടനും പറഞ്ഞു, ആന്റി മുകളിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുവാണെന്ന്. അതിർവ് ഒരു ചിരിയോടെയാണ് പറയുന്നത്. ശ്രീനന്ദ ചമ്മലോടെ അതിർവിന്റെ മുഖത്തേക്ക് നോക്കി. ഇതെന്തു പറ്റി? ഈ ടീഷർട്ടൊക്കെ ഇങ്ങനെ? അത് ഡാൻസ് കളിച്ചു നിന്നപ്പോ വിയർത്തിട്ട്. ശരിക്കും? അത് പറഞ്ഞുകൊണ്ട് അതിർവ് അവൾക്കടുത്തേക്ക് 2 ചൂട് വെച്ചതും ശ്രീനന്ദ പതിയെ പിന്നിലോട്ട് നടന്നു. ഏട്ടാ, വേണ്ട കേട്ടോ, ഞാൻ ആകെ വിയർത്തിരിക്കുവാണ്. അതുകൊണ്ട് അവന്റെ ശബ്ദം നന്നേ പതിഞ്ഞു. നന്ദയാണെങ്കിൽ അതിർവിന് മുഖമുയർത്തി നോക്കാനാകാത്ത വിധം അവിടെ തല കുനിഞ്ഞു. അതിർവ് മെല്ലെ അവൾക്കടുത്തേക്ക് താഴ്ന്നു വന്ന് എന്തോ പറയാൻ തുടങ്ങിയ സമയം അപ്പോഴാണ് മറ്റാരോ അവിടേക്ക് വരുന്ന ശബ്ദം കേട്ടത്. പെട്ടെന്ന് അതിർവ് അവളിൽ നിന്നും അകന്നു മാറി. മറ്റാരുമായിരുന്നില്ല, ഇന്ദിരയായിരുന്നു അത്. ഒപ്പമുള്ളവർക്ക് കുടിക്കാൻ അല്പം വെള്ളമെടുത്തു കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണവൾ. അതിർവും ശ്രീനന്ദിയും കള്ളം ചെയ്ത കുട്ടികളെപ്പോലെ പരിങ്ങലോടെ നിൽക്കുന്നത് കണ്ടതും ഇന്ദിര കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ പതിയെ താഴേക്ക് നടന്നു. ഷോ, അമ്മയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തു മനസ്സിലാവാൻ? വീണ്ടും അതിർവിന്റെ സ്വരത്തിൽ കുറുമ്പ് കലർന്നു. ഒന്ന് പോയേട്ടാ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ മിണ്ടില്ല. അതും പറഞ്ഞ് ശ്രീനന്ദ മുന്നേ നടന്നു. അവളുടെ കൈക്ക് പിടിച്ചു വലിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത്. അമ്മ ഇപ്പൊ വരും, ശ്രീനന്ദ വെപ്രാളത്തോടെ പറഞ്ഞതും അതാണോ ഒപ്പം തന്റെ പേടിയെന്ന് പറഞ്ഞ് അതിർവ് അവളെ വലിച്ചെടുത്ത് ഓഫീസ് റൂമിന്റെ അകത്തേക്ക് നടന്നു. ഒരു കാലുകൊണ്ട് ഡോറ് ചവിട്ടിയടിച്ചു. അതിർവിന്റെ മിഴികൾ വല്ലാത്തൊരുതരം പ്രണയത്തോടെ ശ്രീനന്ദയുടെ നേർക്ക് നീണ്ടപ്പോൾ
പരവശത്തോടെ അവനെ നോക്കി നിന്നുകൊണ്ട് കിതപ്പടക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ. അഥർവിന്റെ അതിരങ്ങൾ തന്റെ കഴുത്തിനെ ലക്ഷ്യം വെച്ചാണ് വരുന്നതെന്നറിഞ്ഞതും ശ്രീനന്ദ പിന്നെയും പിന്നെയും പുറകോട്ട് മാറാൻ ശ്രമിച്ചു. അഥർവ് അവളെ ഒരു കൈകൊണ്ട് ചുറ്റി തന്റെ ഉടലോട് ചേർത്ത് പിടിച്ചു. താനിതെങ്ങോട്ടായി നീങ്ങി നീങ്ങി പോണത്? അവിടെ നിൽക്ക്. വേണ്ട കേട്ടോ, ഞാൻ ഞാൻ വല്ലാണ്ട് വിയർത്തിരിക്കുക. അവൻ അതൊന്നും ചെവിക്കൊള്ളാൻ പോയില്ല. മെല്ലെ അവന്റെ അതിരങ്ങൾ അവളുടെ കഴുത്തിലൂടെ ഇഴഞ്ഞ് താഴേക്കിറങ്ങി. അവന്റെ അതിരങ്ങളിൽ ഉപ്പുരുചി നിറഞ്ഞു. അതിരങ്ങൾക്കൊപ്പം നാവും ഇഴഞ്ഞു തുടങ്ങിയതോടെ ശ്രീനന്ദ ഉള്ളിൽ തികട്ടി വന്ന വെപ്രാളത്തോടെ അവന്റെ ഷർട്ടിൽ തെരുത്തു പിടിച്ചു. മുകളിൽ എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പെട്ടെന്ന് ബോധം വന്നതുപോലെ ശ്രീനന്ദ പറഞ്ഞു. അഥർവ് അവളെ പിടിയയച്ചതും തിരിഞ്ഞു നോക്കാതെ ഒരൊറ്റ ഓട്ടമായിരുന്നു നന്ദ. ഈ പെണ്ണ്! ഒരു ഉമ്മ കൊടുക്കാന്നോർത്തപ്പോൾ അവൾ ഓടിക്കളഞ്ഞു. അഥർവിന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അത് അവൾക്ക് വേണ്ടി മാത്രമാണ്, അവന്റെ നന്ദൂട്ടിക്ക് വേണ്ടി മാത്രം. തുടരും. പാവം നന്ദ, എനിക്കൊരുപാട് ഇഷ്ടമുള്ള കഥയാണിത്. നിങ്ങൾക്കും അങ്ങനെയെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ഇതൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് തരണേ.